നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മനസ്സിലുള്ള ഇഷ്ടം തുറന്നു പറയണം. കേൾക്കാൻ ആളുള്ളപ്പോഴേ അതിന് വിലയുള്ളൂ. മനസ്സിൽ എത്ര ഇഷ്ടം ഒളിപ്പിച്ചു വെച്ചു എന്നുള്ളതിൽ എന്ത് കാര്യം? എതിരെ നിൽക്കുന്ന ആൾക്ക് അത് മനസ്സിലാവണ്ടേ? അത് പറഞ്ഞു തന്നെ അവരറിയിക്കണം. ശരിയാ, പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാവുന്ന കാര്യങ്ങൾ താൻ പറഞ്ഞപ്പോൾ വല്ലാത്തൊരിഷ്ടം എനിക്ക് എന്നോട് തന്നെ തോന്നുന്നുണ്ട്. ഞാൻ കാരണം തനിക്ക് കിട്ടിയ സന്തോഷങ്ങളും എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരാളും, ഇതിനപ്പുറം എന്തു വേണം സച്ചിദാനന്ദൻ എന്ന് എനിക്ക്? താൻ പറഞ്ഞതൊക്കെ തന്നെയായിരുന്നു എൻ്റെ അവസ്ഥ. 24 മണിക്കൂർ കൊണ്ട് ഞാൻ കൂടുതൽ മനസ്സിലാക്കി, അർച്ചനയില്ലാതെ സച്ചിദാനന്ദ ഇല്ലെന്ന്. ഞാനും എൻ്റെ ജീവിതവും മറ്റേതോ ദിശയിലായിരുന്നു. എൻ്റെ നിയന്ത്രണത്തിലല്ലാതെ കാറ്റിനനുസരിച്ചുള്ള യാത്രയിലായിരുന്നു. രക്ഷപ്പെട്ട് പോരാൻ പോലും പറ്റാതെ നടുക്കടലിലായിപ്പോയി ഞാൻ. എപ്പോഴെങ്കിലും ഒരു കൈ എൻ്റെ നേർക്ക് നീട്ടിത്തരുമെന്ന് ഞാൻ കരുതി. കാരണം ഞാൻ അത്രമേൽ അവളെ സ്നേഹിച്ചിരുന്നു. അവളാണ് സ്വർഗമെന്ന മൂഢസ്വർഗത്തിൽ പലരുടെയും നേരെ ഞാൻ മനഃപൂർവ്വം കണ്ണുകൾ അടച്ചു. അതിൽ ആദ്യത്തെ ആളാ അർച്ചന. പോയതിനേക്കാൾ സുന്ദരം വന്നതാണെന്ന് ഇപ്പം ഞാൻ തിരിച്ചറിയുന്നുണ്ട്. മറ്റൊരാൾക്ക് വേണ്ടി ആത്മഹത്യക്കൊരുങ്ങിയ ഞാൻ എത്ര വിഡ്ഢിയാണെന്ന് ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ സഹതാപം തോന്നുന്നേ. ഒരാളെ എത്ര സ്നേഹിക്കണമെന്നും ഏത് രീതിയിൽ പരിഗണിക്കണമെന്നും അർച്ചന എനിക്ക് പഠിപ്പിച്ചു തന്നു. ഇനി ഒരു സാഹചര്യത്തിലും ഏതൊരവസ്ഥയിലും മറ്റൊന്നിനെക്കുറിച്ചും ഞാൻ ചിന്തിക്കില്ല. തനിക്കെന്നെ വിശ്വസിക്കാം. തന്നെ ഞാൻ ഒരുപാട് 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 സ്നേഹിക്കുന്നുണ്ട് അർച്ചന. കഴിഞ്ഞ കാലങ്ങളെ മനഃപൂർവ്വമായി മറന്ന് ഒരു മാപ്പ് പറച്ചിൽ തീരുന്നതാണ് എല്ലാമെങ്കിൽ ഞാൻ തന്നോട് എല്ലാത്തിനും മാപ്പ് ചോദിക്കാം. തനിക്കെന്നോട് ക്ഷമിച്ചൂടേടോ? സച്ചേട്ടാ, എന്നെ ഒന്ന് ചേർത്ത് പിടിക്കോ? നീ എന്താ ഉറങ്ങിയില്ലേ? നിന്റെ ഉറക്കമൊക്കെ പണ്ടേ പോയതാ. അതിന്റെ കാരണവും ചേച്ചിക്ക് അറിയാലോ. നിന്റെ വിഷമൊക്കെ എനിക്ക് മനസ്സിലാവും. പിന്നെ അത്രയ്ക്ക് വിഷമിക്കാൻ മാത്രം വേറൊന്നും സംഭവിച്ചില്ലല്ലോ. നിന്റെ ആഗ്രഹത്തിന് കുറച്ചുകൂടെ കാലതാമസം ഉണ്ടാവും.
അത്രയല്ലേ ഉള്ളൂ. അല്ല, അത്രയല്ല ഉള്ളത്. ആ കാലതാമസത്തിന് സന്ദീപിനെ എനിക്ക് കിട്ടില്ല എന്നുള്ളൊരു അർത്ഥവും കൂടി ഉണ്ട്. എന്റെ സന്ദീപിന്റെ വിവാഹം നീളുന്നത് ആ ആതിരയ്ക്ക് സന്ദീപിനെ പ്രേമിക്കാനുള്ള ലൈസൻസ് കൂടിയാ. അവളുടെ പ്രേമം കൂടുതൽ ശക്തമാക്കാനുള്ളത് കൂടിയാ ചേച്ചി പറയുന്ന കാലയളവ്. അർച്ചന എല്ലാത്തിനും നടുഭാഗത്ത് കയറി നിന്ന് എതിര് പറയുന്നതുകൊണ്ടാ കാര്യങ്ങൾ ഇത്രയ്ക്കായത്. അപ്പൊ ഞാൻ ആലോചിച്ച ശരി തന്നെയാ. എന്റെ ചേച്ചിയെക്കാളും ബുദ്ധിയും ശക്തിയും ആതിരയുടെ ചേച്ചിക്ക് തന്നെയാ. അതായത് അവന്തികേക്കാൾ മുകളിലാണ് ഇപ്പൊ അർച്ചന എന്ന്. എന്റെ ചേച്ചി അവളെ നന്നായി പേടിച്ചു തുടങ്ങി എന്നൊരു മുന്നറിയിപ്പ് കൂടി ഉണ്ടതില്. സത്യം പറഞ്ഞാ അതെ. എന്റെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ ഒരാളെ ഭയപ്പെട്ടു തുടങ്ങി. അതും അർച്ചന എന്നൊരു സാധാരണ പെണ്ണിനെ. നമുക്കെല്ലാം നിർത്തിയേക്കാൻ ചേച്ചി. എന്റെ ആഗ്രഹവും ചേച്ചിയുടെ പകപോക്കലും എല്ലാം മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് ഒന്നുകിൽ ഇവിടെ മര്യാദയ്ക്ക്, അല്ലെങ്കിൽ ഇവിടുന്ന് മറ്റേതെങ്കിലും നാട്ടിലേക്ക് പുതിയൊരു ജീവിതം തുടങ്ങാം. ഞാൻ ഭയപ്പെട്ടു തുടങ്ങിയെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ തോറ്റുപോയിന്നല്ല. അങ്ങനെ ഒരു ദിവസം കൊണ്ട് എല്ലാം മറക്കാനല്ല ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത്. സച്ചിയുമായുള്ള ഡിവോഴ്സ് നടന്നു കഴിഞ്ഞാൽ ഉടനെ അർച്ചന ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും. അതുവരെ എടുത്ത് ചാടണ്ടെന്ന് കരുതി മാത്രം ഞാനിപ്പം മിണ്ടാതിരിക്കുന്നെ. ചേച്ചി ഇത് എന്തറിഞ്ഞിട്ടാ ഈ സംസാരിക്കുന്നേ? സച്ചിയേട്ടനും അർച്ചന ഇപ്പൊ ഈ വീട്ടിലില്ല. അവര് രണ്ടുപേരും കൂടി പുറത്തുപോയി. അവരുടെ പോക്ക് കണ്ടിട്ട് അവരൊരിക്കലും ഡിവോഴ്സ് ആവുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. നമ്മൾ അത് നോക്കി ഇവിടെ ഇരിക്കത്തേ ഉള്ളൂ. മൂഷിക സ്ത്രീ എന്ന് പറയുന്ന പോലെ. എന്റെ പൊന്നുമോളെ, നീ കണ്ടതത്രയും നേർക്കുനേരുള്ള പോരാട്ട യുദ്ധമാണെങ്കിൽ ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്നത് ഒളിയുദ്ധ. ആയുധങ്ങൾ എന്റെ ആവനാഴിയില് ഇനിയും ബാക്കിയുണ്ട്. ഞാനൊരു ലക്ഷ്യം മുന്നിൽ കണ്ടിട്ടുണ്ട്. മാർഗത്തിരി കടുത്തതാണെങ്കിലും ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നതാണല്ലോ. നീ ഇതെങ്ങോട്ട് എത്ര രാവിലെ? ഒന്ന് അമ്പലം വരെ പോവാന്ന് കരുതി. ഈ ഇടായിട്ട് നിനക്ക് ഭയങ്കര ഭക്തിയാണല്ലോ. ഈശ്വരനോട് കൂടുതൽ അടുക്കുന്നത് നല്ലതല്ലേ? അത് നല്ലതാണോ അല്ലയോ എന്നുള്ളത് പോകുന്നയാളുടെ മനസ്സ് പോലെ ഇരിക്കും. പ്രാർത്ഥനയാണ് ഉദ്ദേശമെങ്കിൽ നല്ലതാ. കുറെ ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. ഏട്ടത്തി എന്താ എന്നെ കാണുമ്പോ മുള്ളുമുനയും വെച്ച് സംസാരിക്കുന്നത്? അതിന് മാത്രം ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? നല്ലോണം ആലോചിച്ച് നോക്ക്, നീ എന്തൊക്കെ പ്രശ്നങ്ങളാ ഈ വീട്ടിൽ ഉണ്ടാക്കിയെന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.